ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യണം എന്നാണ്. എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടത്? ഇത് നമ്മുടെ ഒരു തുണിയായിട്ട് കരുതുക. ഒരു തുണിയെ രണ്ടായി മടക്കി അതിനുശേഷം അതിനെ ഒന്നും കൂടി രണ്ടായി ക്രോസിന് മടക്കി ഇട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ഫോൾഡിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയും ഫോൾഡിങ് ഏരിയ വരുന്നുണ്ട്, ഇവിടെയും ഫോൾഡിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫോൾഡിങ് ഏരിയ നമുക്ക് നേരെയായി വരുന്ന രീതിയിൽ വേണം വെക്കാൻ. അങ്ങനെ നമ്മൾ ക്രോസിന് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തുണിക്ക് എത്ര പീസസ് കാണും? 4 പീസ് കാണും. ഇതിൽ തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതിന് വെട്ടിയതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് സെപ്പറേറ്റ് ചെയ്ത് തുണി സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കഴുത്തും, ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് ചെസ്റ്റ് അളവ് 40 ഇഞ്ച് വരുന്ന ഒരു നൈറ്റിയുടെ അളവാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ നൈറ്റിയിൽ വേണ്ടുന്ന ഞൊറിഭാഗത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 41 ആണ്. ഈ 41ൻ്റെ കൂടെ ഞാൻ തയ്യൽ തുമ്പ്, ഇവിടെ നമ്മുടെ ബോഡി പാർട്ടും ഞൊറി പോർഷനും കൂടി ജോയിൻറ്റ് ചെയ്യാനുള്ള 1/2 ഇഞ്ചും അതുപോലെ തന്നെ ഇതിൽ നമ്മളുടെ അരിവ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും കണക്കാക്കി 41ൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 42.5 ഇഞ്ച് ഞൊറി ഭാഗം മാർക്ക് ചെയ്യും. ആദ്യമേ എവിടെയാണ്? നമ്മുടെ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട്, ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ട് ഞൊറിഭാഗത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യും. എത്രയാണോ വരേണ്ടത് അവിടം വരെ മാർക്ക് ചെയ്യും. ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവിടെ നിന്ന് ഇങ്ങ് വരെ എനിക്കിപ്പോൾ വേണ്ടത് 42.5 ഇഞ്ചാണ്. ആ 42.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് എൻ്റെ ബോഡി പോർഷൻ്റെ അളവ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ബോഡി പോർഷൻ വേണ്ടുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 11 ഇഞ്ചാണ്. ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതിൻ്റെ പ്രയോജനം എന്തെന്നാൽ, നമുക്കറിയാം നമുക്ക് ഒരു നൈറ്റി പീസ് ഒരു 3 മീറ്ററിൽ കൂടുതൽ കാണില്ല. നമ്മളത് മുറിച്ച് മേടിക്കുകയാണെങ്കിൽ 3 മീറ്റർ നമുക്ക് കൂടുതൽ മേടിക്കാം. മിക്ക നൈറ്റി പീസും 2.90, 3 എന്നീ അളവിലായിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം ഞൊറി നൈറ്റിക്ക് ഷേപ്പ് നൈറ്റി പോലെയല്ല. നമുക്ക് സാധാരണ ഷേപ്പ് നൈറ്റി അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ കഴുത്തെല്ലാം അടയാളപ്പെടുത്തി ഇങ്ങോട്ട് ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് സെപ്പറേറ്റ് പീസ് ഇവിടെ മുറിഞ്ഞു പോകും. ഈ പീസ് നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലേ? പക്ഷേ ഇവിടെ അതുണ്ടാവില്ല. ഒരു നൈറ്റി പീസിൻ്റെ ഫുൾ പോർഷൻ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൈ വെട്ടുമ്പോൾ ചിലർക്ക് കൈ അളവ് ഇറക്കക്കുറവ് മതി എന്നുണ്ടാവും. അതുപോലെ തന്നെ കൈക്കുഴി പോർഷൻ വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൈക്കുഴി പോർഷൻ കറക്റ്റിന് നമുക്ക് തുണി തികയാതെ വരും. ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ്? ഈ ഫോൾഡിങ് ഏരിയയിൽ നിന്നും ഷോൾഡർ അടയാളപ്പെടുത്തി വരുമ്പോൾ നമ്മുടെ കൈ വെട്ടുമ്പോൾ കൈക്കുഴി പോർഷനിലേക്ക് തുണി തികയാതെ വരും. പക്ഷേ ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് അതുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്കിവിടെ 42.5 ഇഞ്ചാണ് ഞൊറിഭാഗം വേണ്ടത്. ബോഡി പോർഷൻ എത്രയാണ് വേണ്ടത്? ഒരു 11 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 11 ഇഞ്ചും കഴിഞ്ഞ് എക്സ്ട്രാ ഇത്രയും പീസ് അധികമുണ്ട്. ഈ അധിക പീസ് ഉപയോഗിച്ച് നമ്മുടെ കൈ കറക്റ്റിൽ ഒട്ടും ഏപ്പ് വെക്കാതെ കൃത്യമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബോഡി പോർഷനാണ്. നമ്മുടെ ബോഡി പോർഷൻ അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ബോഡി പോർഷൻ അടയാളപ്പെടുത്തേണ്ടത്? ഞാൻ പറഞ്ഞിരുന്നു ഒരു 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു നൈറ്റിയാണ് ഞാൻ വെട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നേരെ ഷോൾഡർ എത്രയാണ്? ഒരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ 7.5 ഇഞ്ച് തന്നെ വേണം ആം ഹോളും അടയാളപ്പെടുത്താൻ. അതിനുശേഷം നമ്മുടെ കൈക്കുഴിയുടെ അളവ് ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഈ കൈക്കുഴിയുടെ അളവ് 1.5, 2, 2.5 നമ്മുടെ ചെസ്റ്റ് അളവിലുണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ കൈക്കുഴിയുടെ അളവിലും വ്യത്യാസം വരും. 1.5 മാറി 2 ആവാം, 2.5 ആവാം. ഓക്കെ. ഇനി എന്താണ് അടുത്തത്? ഇതിനുശേഷം നമ്മളിത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തൊന്നും ഇനി നമ്മൾ നമ്മുടെ കഴുത്ത് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 2.25 അടയാളപ്പെടുത്തി നമ്മുടെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും മാർക്ക് ചെയ്തു. അതിനുശേഷം ആം ഹോളിൽ നിന്നും 1/2 ഇഞ്ച് ചരിച്ച് ഒരു വര വരച്ചു. പിന്നെന്താ, നമ്മുടെ കൈക്കുഴിയിൽ നിന്നും നേരെ ചരിച്ച് മാർക്ക് ചെയ്തു. ഒരു കർവ്, കൈക്കുഴിയിൽ നിന്നും നേരെ ചരിച്ച് ബോഡി പാർട്ടിൻ്റെ അളവിലേക്ക് ഒരു കർവ് വരച്ചു. ഇനി നമ്മുടെ ഞൊറി പോർഷനാണ് വെട്ടാൻ പോകുന്നത്. നമ്മൾ ഞൊറി പോർഷൻ്റെ ലെങ്ത് കണക്കാക്കി അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇട്ടേക്കുവാണേ. ഇത് നമ്മുടെ ഫോൾഡിങ് ഏരിയ, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ലൈനിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് 1.5 ഇഞ്ചും താഴോട്ട് 2 ഇഞ്ചും. ഇത് നേരെ തിരിച്ച് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. മുകളിലോട്ട് 2 ഇഞ്ചും താഴോട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നത് കൊണ്ടും ഒന്നും വരാൻ പോകുന്നില്ല. നേരെ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് വരയ്ക്കുക. ഈ ബോക്സിൽ നിന്നും ചരിച്ച് ഒരു കർവ് ചെയ്ത് കൈക്കുഴി അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി പോർഷൻ്റെ കൈക്കുഴിയുടെ അളവ് ആ ഭാഗമില്ലേ, ആ ഭാഗത്ത് നിന്ന് നേരെ, ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നേരെ താഴെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും അങ്ങോട്ട് കർവ് ചെയ്യുക. ഇതിന് ശേഷം ബാക്കി വന്ന പീസിൽ ഞാൻ കൈ രേഖപ്പെടുത്തി. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കട്ട് ചെയ്യുക. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്?
ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചരിച്ച് കർവ് ചെയ്തേക്കുന്ന ആ പോർഷനിലൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ ബോഡി പോർഷൻ ആദ്യമേ വെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇങ്ങൊരു പോർഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് ചരിച്ച് കർവ് ചെയ്തേക്കുന്നതിലൂടെ വെട്ടിയെടുക്കുക. പിന്നെ നമ്മുടെ കൈ വെട്ടുക. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യലാണേ.